നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത് തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളയാളാണ് അൽ ഹിലാലിൻ്റെ നിലവിലെ കോച്ചായ പോർച്ചുഗീസ് കോച്ച് ഹോർഗെ ഹീസസ്. അദ്ദേഹം ബ്രസീലിയൻ ലീഗിൽ നേരത്തെ ഫ്ലെമിംഗോയൊക്കെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാനൽ 11 അദ്ദേഹം സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. എൻ്റെ ജീവിതത്തിലെ സ്വപ്നമായ ഒരു കാര്യം ചെയ്യാനൊരവസരം എനിക്ക് വന്നിട്ട് അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം എനിക്കുണ്ടായില്ല എന്ന്. അത് ബ്രസീലിയൻ ദേശീയ ടീമിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്ന് വിലയിരുത്തുന്നു ബ്രസീലിയയിൽ നിന്നുള്ള ESPN റിപ്പോർട്ടർമാർ. ESPN ബ്രസീൽ റിപ്പോർട്ട് ചെയ്യുന്നു ബ്രസീലിയൻ ടീം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറയുന്നു, ഹോർഗെ ഹീസസ് സേസ് ഹി ഹാഡ് ദി ചാൻസ് ടു മേക്ക് ഹിസ് ഡ്രീം കം ട്രൂ. പക്ഷേ അദ്ദേഹം പറയുന്നു, ഐ ഡിഡ്ന്റ് ഹാവ് ദി കറേജ്, എനിക്ക് ഒരു ധൈര്യം ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ റൂബൻ അമോറിമിനെ കുറിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണിത് പറഞ്ഞു പോകുന്നത്. എനിക്ക് മനസ്സിലാവും റൂബൻ അമോറിമിൻ്റെ കാര്യം പെർഫെക്റ്റ്ലി എനിക്ക് മനസ്സിലാവും. ഈ വർഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൊരു സ്വപ്നമാണ് അദ്ദേഹത്തിന് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞത്. എനിക്ക് ആ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാനിപ്പം എന്നെ ഇവിടെ വളരെ നല്ല രൂപത്തിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിനുള്ള അവസരം വന്നപ്പോൾ അതിനുള്ള ധൈര്യമുണ്ടായില്ല. അമോറിമിന് ആ ധൈര്യമുണ്ടായി. എന്താണത് എന്ന് ചോദിച്ചാൽ അത് ഞാനിപ്പോൾ വിശദമായിട്ട് പറയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ അധികം സംസാരിക്കുന്നില്ല. അതൊരു സീക്രട്ടാണ്. ദൈവത്തിനും എനിക്കും അറിയാവുന്ന സീക്രട്ടാണ്. അതേസമയം അമോറിമിന് ആ ഒരു കറേജ് ഉണ്ടായി. അവന് ആ ഒരു സ്വപ്നമുണ്ടായിരുന്നു. റിസ്കിയാണ്, ശരിയാണ്, റിസ്കിയാണ്. സ്പോർട്ടിംഗ് ഒരു ബിഗ് ക്ലബ്ബല്ല എന്ന് മനസ്സിലാക്കുക. പക്ഷേ ആ ക്ലബിനെ അവൻ നല്ല രൂപത്തിൽ കൊണ്ടുപോയി. പക്ഷെ പിന്നീട് യുണൈറ്റഡ് പോലുള്ള ഒരു ക്ലബ്ബിൽ നിന്ന് അവസരം വന്നപ്പോൾ അവനത് ഉപയോഗപ്പെടുത്തിയായി. എനിക്കവനെ നന്നായിട്ട് മനസ്സിലാവുന്നു എന്നാണ് ഹോർഗെ ഹീസസ് പറയുന്നത്. ഇപ്പം ബ്രസീലിയൻ മാധ്യമങ്ങളൊക്കെ ഇത് അനലൈസ് ചെയ്യുന്നത് ഹോർഗെ ഹീസസിൻ്റെ നേരത്തെയുള്ള പ്രസ്താവന വെച്ചിട്ടാണ്. ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ കോച്ചാവുക എന്നുള്ളത് തൻ്റെ സ്വപ്നമാണ്. ബ്രസീലിനൊപ്പമോ പോർച്ചുഗലിനൊപ്പമോ വേൾഡ് കപ്പ് നേടണം എന്നുള്ളത് തൻ്റെ സ്വപ്നമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അതിനോട് ചേർത്താണ് ബ്രസീലിയൻ ടീമിന് കോച്ചാവാനുള്ള അവസരമാണ് അദ്ദേഹം ഇവിടെ പ്രതിപാദിക്കുന്നത് എന്ന് ESPN ബ്രസീലൊക്കെ വിലയിരുത്തുന്നത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. ബ്രസീലിലേക്ക് തനിക്ക് മടങ്ങിപ്പോകണമെന്ന ആഗ്രഹമുണ്ട്. അതായത് ഭാവിയിൽ ഇന്നോ നാളെയോ ഈ സീസൺ കഴിഞ്ഞിട്ടോ പോകുമെന്നല്ല, ഭാവിയിൽ വീണ്ടും ബ്രസീലിലേക്ക് മടങ്ങണമെന്ന ആഗ്രഹമുണ്ട്. പോർച്ചുഗലുകാരനാണെങ്കിലും അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ഫ്ലെമിംഗോയെ ഒരു സീസണിൽ പരിശീലിപ്പിച്ച് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, തീർച്ചയായിട്ടും ഞാൻ ബ്രസീലിലേക്ക് തിരികെ പോകുന്നതിന് തൊട്ടടുത്തായിരുന്നു ഒരു ഘട്ടത്തിൽ. ബ്രസീലിയൻ ലീഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അവിടുത്തെ ഫുട്ബോൾ എന്ന് പറയുന്ന അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഒരു നാൾ ബ്രസീലിലേക്ക് മടങ്ങിപ്പോകുന്നത് ഞാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരികെ എത്തുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ബെൻഫിക്ക വിട്ട് സ്പോർട്ടിങ്ങിലേക്ക് പോയ പോലെയുള്ള തെറ്റ് ചെയ്യില്ല. ബ്രസീലിൽ ഞാൻ ഫ്ലെമിംഗോയെ മാത്രമേ പരിശീലിപ്പിക്കുകയുള്ളൂ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2019-20 ഘട്ടത്തിൽ അദ്ദേഹം ഫ്ലെമിംഗോയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു പീരീഡിൽ 5 കിരീടങ്ങൾ, ആകെ 4 തോൽവിയാണ് ആ ഒരു സമയത്ത് അവരുടെ ടീം തോറ്റത്. പക്ഷേ തോൽവിയേക്കാൾ കൂടുതൽ കിരീടങ്ങൾ അവർ നേടുന്ന കാഴ്ച നമ്മൾ കണ്ടു. കോൺമെബോൾ കോപ്പ ലിബർട്ടഡോറസ്, കോൺമെബോൾ റീകോപ്പ, ബ്രസീലിയേറോ സീരിയെ, സൂപ്പർ കോപ്പ ഡു ബ്രസീൽ, കൊമ്പനാറ്റോ കഴിയോക്ക, ഇങ്ങനെയുള്ള കിരീടങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽ അവർ നേടിയിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.